തദ്ദേശ തിരിച്ചടിക്ക് ശേഷവും CPI-യും മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നതിനിടെ CPI വെള്ളാപ്പള്ളി ബന്ധം തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറി. CPI ചതിയൻ ചന്തുമാരെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷ വിമർശനം. എല്ലാം നേടിയ ശേഷം സർക്കാരിനെ തള്ളിപ്പറയുകയാണ് CPI എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ചതിയൻ ചന്തു വിളിച്ചേരുന്നത് വെള്ളാപ്പള്ളിക്കാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. LDF-ന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPI-യും വെള്ളാപ്പള്ളി നടേശനും തുടർ യുദ്ധത്തിലാണ്. വെള്ളാപ്പള്ളി നടേശനുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായെന്ന് CPI നേതൃയോഗങ്ങളിൽ വിമർശനമുയർന്നിരുന്നു. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി അതിരുവിട്ട് ന്യായീകരിച്ചതായി CPI സംസ്ഥാന കൌൺസിൽ വിലയിരുത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഈ പശ്ചാത്തലത്തിലാണ് CPI-ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിച്ചത്. CPI ചതിയൻ ചന്തുമാരാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി തുറന്നടിച്ചു. 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ സർക്കാരിനെ തള്ളിപ്പറയുന്നതെന്നും വെള്ളാപ്പള്ളിയുടെ കുത്ത്. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരും. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. ഇലക്ഷൻ വരട്ടല്ലേ, മാറ്റം ആഗ്രഹിക്കുന്നവർ മാറിക്കോട്ടെ, പുതിയവർ വന്നോട്ടെ, അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്നും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ, അതിന് എന്താ കുഴപ്പം? CPI-യും വിട്ടുകൊടുത്തില്ല. അതേ സ്വരത്തിൽ തിരിച്ചടിച്ചു. ചതിയൻ ചന്തു പ്രയോഗം ചേരുക വെള്ളാപ്പള്ളിക്ക് തന്നെയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF-ന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം. LDF ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും LDF-ലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കാനും പോകുന്നില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF, ഉറപ്പാണ്. അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിനെ ചൊല്ലിയുള്ള വിമർശനങ്ങളെ താൻ അയിത്തജാതിക്കാരനാണോ എന്ന ചോദ്യമുയർത്തിയാണ് വെള്ളാപ്പള്ളി ഇന്നും പ്രതിരോധിച്ചത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ താൻ കാറിൽ കയറ്റില്ലെന്ന് ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. വെള്ളാപ്പള്ളി യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വർഗീയവാദിയാണെന്ന ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തോട് മലപ്പുറത്തും വയനാടും കാസർഗോഡും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി ലഭിക്കുന്നില്ലെന്ന പതിവ് ആക്ഷേപമായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. പിണറായി സർക്കാർ ഭരിക്കുന്ന കഴിഞ്ഞ 9 വർഷവും അനുമതിക്ക് ശ്രമിച്ചില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതായതോടെ മാധ്യമപ്രവർത്തകനോട് വെള്ളാപ്പള്ളി തട്ടിക്കയറി. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ നോക്കിയില്ലേ? ഈ CPI നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ സൗഹൃദം സജീവ ചർച്ചാ വിഷയമായി തന്നെ തുടരുമെന്നതിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് വേണം വിലയിരുത്താൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.